ഹലോ ഹായ് ഇറ്റ്സ് മീ യുവർ സിനിമാ ചേട്ടൻ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിലെ അണ്ടർ റേറ്റഡ് ആയ ഒരു 10 ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ്. അതായത് തിയേറ്റർ റിലീസായി വന്ന് ഫ്ലോപ്പ് ആയി പോയ അധികം ആരും കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു 10 ത്രില്ലർ മൂവീസ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യാനായി മറക്കരുത്. ഞാൻ ഈ പറയാൻ പോകുന്ന 10 സിനിമകളുടെയും ഡൗൺലോഡ് ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 10 മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2017 ഒരു ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കളത്തൂർ ഗ്രാമം. കളത്തൂർ ഗ്രാമം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ 70s, 80s, 90s അങ്ങനെ 3 കാലഘട്ടങ്ങളിലാണ് ഈ സിനിമ കാണിക്കുന്നത്. അതായത് ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ മകനെ കൊണ്ട് അച്ഛനെ കൊല്ലാനായി ശ്രമിക്കുകയാണ്. അങ്ങനെ തുടർന്ന് ആ മകൻ അച്ഛനെ കൊല്ലുമോ, എന്ത് സംഭവിക്കുന്നു, അവർക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഗംഭീരമായ കാഴ്ചകൾ തന്നെയാണ് കളത്തൂർ ഗ്രാമം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. അതായത് തമിഴ്നാട്ടിലെ കളത്തൂർ എന്ന ഒരു ഗ്രാമത്തിൽ സംഭവിച്ച യഥാർത്ഥമായ ഒരു കാര്യത്തിൽ നിന്നാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കും. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രമാണ് 2014 ഒരു ഹൊറർ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് റാ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഹീറോയിനും വിവാഹശേഷം അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ മരണപ്പെടുകയാണ്. അങ്ങനെ ഈ ഹീറോയ്ക്ക് അവളുടെ മരണത്തിനുള്ള കുറെ ദുരൂഹതകളൊക്കെ തിരിച്ചറിയാനായി അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായി അയാൾ ആത്മാക്കളോട് സംസാരിക്കാനൊക്കെ കുറെ ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങനെ തുടർന്ന് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗംഭീരമായ കുറെ ഇൻസിഡൻസ് ആണ് ഈ ചിത്രം പറയുന്നത്. ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ് റാ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 5.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രം എന്ന് 2019 ഒരു മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഗാങ്സ് ഓഫ് മദ്രാസ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഇതിലെ ഹീറോയെ ഒരു എൻകൗണ്ടറിൽ പോലീസുകാർ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ ഈ വിവരം അറിഞ്ഞ അയാളുടെ ഭാര്യ, പ്രഗ്നന്റ് ആയ ആ ലേഡി, ആ കുഞ്ഞിനെ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. തുടർന്ന് തന്റെ നിരപരാധിയായ ആ ഭർത്താവിനെ ആരാണ് കൊന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം, ആരാണ് യഥാർത്ഥ ക്രിമിനൽ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള അവളുടെ കുറെ ശ്രമങ്ങളാണ്. ഒരു റിവെഞ്ച് സ്റ്റോറി എന്ന് തന്നെ പറയാം ഈ ഒരു ചിത്രത്തെ. ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഗാങ്സ് ഓഫ് മദ്രാസ് എന്ന ഈ മൂവി. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.2 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രം എന്നോ 2016 ഇറങ്ങിയ ഒരു ബ്ലാക്ക് കോമഡി ക്രൈം ത്രില്ലർ മൂവിയാണ് സവാരി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഹൈവേകളിൽ ലിഫ്റ്റ് ചോദിച്ച് ആൾക്കാരെ കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലർ, ആ സീരിയൽ കില്ലറിനെ പിടികൂടാനായി നടക്കുന്ന ഒരു പോലീസ് ഓഫീസർ, അതുപോലെ ഒരു പുതിയ വണ്ടി ഡെലിവറി ചെയ്യാനായി ഒരിടത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ. ഇങ്ങനെ ഒരു 3 കഥാപാത്രങ്ങളിൽ ചുറ്റിപ്പറ്റിയാണ് സവാരി എന്ന ഈ ചിത്രം പറയുന്നത്. അതായത് ഈ 3 കഥാപാത്രങ്ങളും കൂടി ഒരു കാറിൽ സഞ്ചരിക്കുകയാണ്. തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് സവാരി എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.2 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ അഞ്ചാമത്തെ ചിത്രം എന്ന് 2019 ഒരു ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ജീവി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഇതിലെ പ്രധാന ഹീറോ ഒരു ലവ് ബ്രേക്കപ്പിനെ തുടർന്ന് അയാൾ വളരെയധികം നിരാശയിൽ കഴിയുന്ന ആ സമയത്ത് എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം അവനെ കൊണ്ട് ഒരു വല്ലാത്തൊരു കാര്യം ചെയ്യിപ്പിക്കണം. അതായത് തന്റെ സുഹൃത്തുമായി ചേർന്ന് ഹൗസ് ഓണറിന്റെ വീട് തന്നെ കൊള്ളയടിക്കാനായി അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും കുറെ കാശും ആഭരണങ്ങളും ഒക്കെ മോഷ്ടിക്കുകയും തുടർന്ന് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗംഭീരമായ കുറെ ത്രില്ലിംഗ് മൊമെന്റ്സ് ആണ് ജീവി എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.1 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ആറാമത്തെ ചിത്രം എന്ന് 2014 ഒരു ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ബർമ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ CC മുടങ്ങിക്കിടക്കുന്ന കാറുകൾ കള്ളത്താക്കോലിട്ട് തുറന്ന് ഒരു സേട്ടിന്റെ കയ്യിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഒരു കാർ ഇതുപോലെ കള്ളത്താക്കോലിട്ട് തുറന്ന് കൊണ്ടു കൊടുക്കാനായി സ്ഥിരം ചെയ്യുന്ന ആ തൊഴിലാളിയെ മാറ്റി നിർത്തി നമ്മുടെ ഹീറോയെ ഈ സേട്ട് ആ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. അത് മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ആ തൊഴിലാളിക്ക് ചെറിയ നീരസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിലെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് നമ്മുടെ ലവറിനെ സ്വന്തമാക്കാൻ വേണ്ടി കുറെ കാശിന്റെ ആവശ്യം വരികയാണ്. അങ്ങനെ ഒരു 28 കാറുകൾ മോഷ്ടിക്കാനായി വലിയൊരു ടാസ്ക് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ആ ടാസ്ക് എങ്ങനെ, ആ വെല്ലുവിളി എങ്ങനെ അയാൾ നേരിടുന്നു എന്നൊക്കെയുള്ള ഗംഭീരമായ
ത്രില്ലിംഗ് മൊമെന്റ്സ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 7ാമത്തെ ചിത്രം എന്ന് 2015 ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സതുരൻ. സതുരൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു സിറ്റിയിൽ തുടർച്ചയായി കുറെ കൊലപാതകങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ആ കൊലപാതകങ്ങളുടെ സത്യം അറിയാനായി ഇതിൽ നമ്മുടെ പ്രധാന ഹീറോ ആയ ഓട്ടോ ഡ്രൈവർ ഇറങ്ങുകയാണ്. അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവർ ഇറങ്ങുകയും അതിന്റെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനിടയിലാണ് ഓട്ടോ ഡ്രൈവർക്ക് മനസ്സിലാകുന്നത് ഈ കില്ലറിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ ഡ്രൈവറിന്റെ കാമുകയും അതുപോലെ അയാളുടെ അച്ഛനെയാണ്. അങ്ങനെ ആ ഓട്ടോ ഡ്രൈവർ ഇവരെ സംരക്ഷിക്കുമ്പോൾ ആ കില്ലറിന്റെ കയ്യിൽ നിന്ന് കില്ലറിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ഉള്ള ഗംഭീരമായ ത്രില്ലിംഗ് മൊമെന്റ്സ് തന്നെയാണ് സതുരൻ എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.9 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 8ാമത്തെ ചിത്രമെന്ന് നോക്കാം. 2014 ഒരു ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഡമാൽ ഡുമിൽ. ഡമാൽ ഡുമിൽ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഹീറോ അങ്ങനെ ഒരു നാൾ അവനെ ആ IT കമ്പനിയിൽ നിന്നും പറഞ്ഞു വിടുകയാണ്. ശേഷം തുടർന്ന് നടക്കുന്ന സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികൾ, അതായത് EMI അടവുകൾ, പെങ്ങളുടെ കല്യാണം വരുന്നു തുടങ്ങി ഒരുപാട് ചെലവുകളിൽ പെട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം എന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്താണ് അയാൾക്ക് ഒരു 5 കോടി രൂപ ഒരിടത്തു നിന്ന് കിട്ടുന്നത്. തുടർന്ന് ആ 5 കോടി രൂപയെ ചുറ്റിപ്പറ്റിയ ഒരു കൊലപാതകം വരെ നമ്മുടെ ഹീറോയ്ക്ക് ചെയ്യേണ്ടി വരുന്നു. തുടർന്ന് നടക്കുന്ന ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 8.2 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 9ാമത്തെ ചിത്രമെന്നു 2020 തമിഴിൽ ഇറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് സടുകുടു വണ്ടി. തെലുങ്ക് മൂവിയാണ് ടാക്സി വാല എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ കാറിനുള്ളിൽ കുടിയിരിക്കുന്ന ഒരു ആത്മാവിന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. അതായത് ഈ കാറിന്റെ ഓണറിനെയും ഭാര്യയെയും ആ ആത്മാവ് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. ശേഷം ഇതറിഞ്ഞ് ഈ കാറ് വിൽപ്പനയ്ക്കായി ഇടുകയാണ്. അങ്ങനെ നമ്മുടെ ഇതിലെ പ്രധാന ഹീറോയായ വ്യക്തി ക്യാബ് ഡ്രൈവർ ആവാൻ തീരുമാനിക്കുകയും കാറുകൾക്ക് വേണ്ടി അയാൾ ഒരുപാട് തിരച്ചിൽ നടത്തുകയാണ്. അങ്ങനെയാണ് ഈ കാർ തന്നെ അയാളുടെ കൺമുൻപിൽ വരുന്നത്. അങ്ങനെ ഈ കാർ നമ്മുടെ ഹീറോ വാങ്ങുകയാണ്. ശേഷം അയാളുടെ തുടർന്നുള്ള യാത്രകളിൽ ഈ കാർ എങ്ങനെ ഭയാനകരമായ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ കാറിനുള്ളിലുള്ള ആത്മാവ് നമ്മുടെ ഹീറോയെ ആക്രമിക്കുമോ കൊലപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് സടുകുടു വണ്ടി എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. ഗംഭീരമായ ത്രില്ലർ മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 8.3 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10ാമത്തെ ചിത്രമെന്നു இந்த எக்ஸ்பெரிமெண்ட் பண்ணும்போது ஏதாவது சின்ன தப்பு நடந்தாலும் பயங்கரமான சைடு எஃபெக்ட்ஸ் நடக்கும். 2016 ഒരു ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് മെട്രോ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു അനിയനും ചേട്ടനും. അതിൽ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ കാശിന് ആശപ്പെട്ട് ഒരു സ്നാച്ചിങ് കൊലപാതകമൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ഗ്യാങ്ങിന്റെ കയ്യിൽ പോയി പെടുകയാണ്. അങ്ങനെ ഒരു ചെയിൻ സ്നാച്ചിങ്ങിന്റെ ഭാഗമായി അവന്റെ അമ്മ തന്നെ കൊല്ലപ്പെടുകയാണ്. ശേഷം തുടർന്ന് പോലീസിന്റെ കുറെ അന്വേഷണങ്ങൾ, ഈ ഗ്യാങ്ങിനെ പിടികൂടാനുള്ള ഒരു അന്വേഷണങ്ങളിൽ ചേട്ടനായ ആ കഥാപാത്രവും സഹായിക്കുകയാണ് പോലീസിനെ. പക്ഷെ ആ ചേട്ടന് മനസ്സിലാവുന്നില്ല ഈ ഒരു വലിയൊരു ഗ്യാങ്ങിൽ തന്റെ അനിയനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ആ ചേട്ടന് മനസ്സിലാവുന്നില്ല. തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് മെട്രോ എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.6 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. என்கிட்ட மாட்ட போற அந்த நாள் தான் அவங்களோட கடைசி நாளா இருக்கும். അപ്പോൾ ഇതൊക്കെയാണ് തമിഴിൽ അണ്ടർറേറ്റഡ് ആയി പോയ ഒരു 10 ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും ഇനി കാണാൻ പോകുന്നവരാണെങ്കിലും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സിനിമകളുടെ ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടി മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.